ക്രൊയേഷ്യയിൽ 1411 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. ക്രൊയേഷ്യയിലെ ലുഡ്ബ്രിക്കിൽ ബത്താനി പ്രഭുവിൻ്റെ ചാപ്പലിൽ വെച്ച് 1411 ഒരു വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്നു. വീഞ്ഞു കൂദാശ ചെയ്ത ശേഷം ആ വൈദികന് ഒരു സംശയം തോന്നി. യഥാർത്ഥത്തിൽ ഈ വീഞ്ഞ് യേശുവിൻ്റെ തിരുരക്തമായി മാറുമോ? പെട്ടെന്ന് തന്നെ കാസയിലുള്ള വീഞ്ഞ് രക്തമായി മാറി. ഇത് കണ്ട വൈദികൻ അത്ഭുതപ്പെട്ടു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അദ്ദേഹം കുഴങ്ങി. ദിവ്യബലിക്ക് ശേഷം മുഖ്യ അൾത്താരയ്ക്ക് പിറകിലുള്ള മതിലിനുള്ളിൽ ഒരു ദ്വാരമുണ്ടാക്കി അദ്ദേഹം ഈ തിരുരക്തം അവിടെ ഒളിപ്പിച്ചു. മതിലിൽ ദ്വാരമുണ്ടാക്കാനും മറ്റും അദ്ദേഹത്തെ സഹായിച്ച ജോലിക്കാരനെ കൊണ്ട് ഈ കാര്യം ആരോടും പറയില്ലെന്ന് അദ്ദേഹം സത്യം ചെയ്യിച്ചു. ആ പുരോഹിതൻ ഈ രഹസ്യം അദ്ദേഹത്തിൻ്റെ മരണം വരെ സൂക്ഷിച്ചു വെച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇക്കാര്യം ജോലിക്കാരൻ വെളിപ്പെടുത്തുന്നത്. തുടർന്ന് മതിലിലെ ദ്വാരം തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഏവരെയും അത്ഭുതപ്പെടുത്തി. അപ്പോഴും അത് ജീവനുള്ള രക്തമായി തന്നെ കാണപ്പെട്ടു. ഈ വാർത്ത പെട്ടെന്ന് തന്നെ വ്യാപിച്ചു. ജനങ്ങൾ തിരുരക്തം വണങ്ങുവാനായി ലുഡ്ബ്രിക്കിലെത്തി. പിന്നീട് ഈ തിരുശേഷിപ്പ് റോമിലേക്ക് കൊണ്ടുപോയി. വർഷങ്ങളോളം ഇത് റോമിൽ സൂക്ഷിക്കപ്പെട്ടു. 1513 ഏപ്രിൽ 14 ലിയോ 10 മാർപ്പാപ്പ ഔദ്യോഗികമായി ഈ അത്ഭുതം പ്രസിദ്ധപ്പെടുത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി അങ്ങയെ ദിവ്യകാരുണ്യത്തിൽ ആരാധിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.